ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോഴ് ഒരു മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് പുതിനയില, പിന്നെ കുറച്ചധികം മല്ലിയിലയും കൂടെ ചേർത്തിട്ട്, ഇനി അതിലേക്ക് 2 പഴുത്ത തക്കാളി അതും കൂടെ ചേർത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് കുറച്ച് ഐറ്റംസ് ഒക്കെ ഒന്ന് വഴറ്റിയെടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വളരെ കുറച്ച് മാത്രമേ ഞാൻ ഓയിൽ ചേർക്കുന്നുള്ളൂ. ഒരു 2 ടേബിൾ സ്പൂൺ ഉണ്ടാവും. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ട് കുറച്ചൊന്ന് ചൂടായി വരട്ടെ. ഓയിലൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ഞാൻ കുറച്ച് ഉഴുന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനങ്ങനെ കണക്കൊന്നുമില്ല, എൻ്റെ ഒരു പാകത്തിന് ഞാനങ്ങനെ ചേർത്തുന്നേ ഉള്ളൂ. ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ ഉണ്ടാവും കേട്ടോ. പിന്നെ കുറച്ച് നിലക്കടലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും ചേർത്തിട്ട് ജസ്റ്റ് ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കാം. ഈ നിലക്കടല ഒന്നും ഒരുപാട് അങ്ങ് റോസ്റ്റായിട്ട് വരേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഒന്നങ്ങ് ചൂടായിട്ട് വന്നാൽ മതി. അപ്പോൾ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കാം. ഇത്രയും മതി. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു സവാള ഒന്ന് അരിഞ്ഞെടുത്തതാണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വലിയ സവാളയൊക്കെ ആണെങ്കിൽ അതിൻ്റെ പകുതിയൊക്കെ ചേർത്താൽ മതി. ഇതൊരു മീഡിയം സൈസ് സവാള ആയതുകൊണ്ട് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ഇനി ഒരു ഇഞ്ചി ചെറുതായിട്ട്, അതായത് ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും ഒരു 3 വെളുത്തുള്ളി അല്ലിയും ചേർത്തിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് എരിവിന് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് വറ്റൽമുളകാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും ചേർത്തിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കാം. ഞാനൊരു 3 വറ്റൽമുളകേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ആ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരണം, സവാളയൊക്കെ ഒന്ന് വെന്ത് വരണം, അത്രേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ അതാണ്ട് ഇതൊന്നായിട്ടുണ്ട്. ഇപ്പം സവാളയൊക്കെ എല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് വെന്ത് കിട്ടിയാൽ മതി, ഒരുപാട് സമയത്ത് വഴറ്റേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ കാണിച്ച പോലെ 2 തക്കാളി, മീഡിയം സൈസ് നല്ല പഴുത്ത 2 തക്കാളി എടുത്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലുതായിട്ട് തന്നെ ഒന്ന് അരിഞ്ഞെടുത്തേക്കാണ്. ഇനി ആ തക്കാളിയും ഒന്ന് വെന്ത് കിട്ടണം. അത് വെച്ചാൽ ഒന്ന് വെന്ത് ഉടഞ്ഞു വരുന്ന പാകം ഒന്നും എത്തണ്ട, ജസ്റ്റ് ഒന്ന് വെന്ത് വന്നാൽ മതി. അപ്പോൾ അതാണ്ട് നമ്മുടെ തക്കാളിയും ഇപ്പോൾ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ട് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇടയ്ക്കൊക്കെ ഇളക്കിയിട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകമാണ് നമുക്ക് വേണ്ടുന്നത്. അപ്പോൾ അതാണ്ട് ഇത്ര വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിന് ഇത്ര ആവശ്യമായിട്ടുള്ള ഉപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്നും കൂടെ വഴറ്റിയെടുക്കാം. അപ്പോൾ എനിക്ക് ഉപ്പ് പാകമാണോ എന്ന് ഉപ്പ് നോക്കാൻ പറ്റില്ല, എനിക്ക് നോമ്പാണ് കേട്ടോ. പക്ഷേങ്കിൽ മോന് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. ഇത് രാവിലെ ഉണ്ടാക്കുന്നതാണ്. നമുക്ക് നോമ്പാണെങ്കിലും കുട്ടികൾക്ക് കഴിക്കാൻ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. അപ്പോൾ അതാണ്ട് നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് പുതിനയിലയാണ് കേട്ടോ. അപ്പോൾ പുതിനയില ഈ ഒരു ഇതിന് ഒഴിവാക്കരുത് കേട്ടോ. അതാണ് ഇതിന് പ്രധാന ഒരു ടേസ്റ്റും ഫ്ലേവറൊക്കെ കൊടുക്കുന്നത്. കുറച്ച് ചേർത്താൽ മതി. പിന്നെ അതിലും കുറച്ചും കൂടി കൂടുതലായിട്ട് മല്ലിയിലയും ചേർക്കുന്നുണ്ട്. ചേർത്തിട്ട് ഇതൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് നമ്മുടെ ഇലകളൊക്കെ ഒന്ന് വാടി വരണം. അത് ഒന്ന് വാടി വന്നാൽ മതി. ഇലകളൊക്കെ ഒന്ന് വെന്ത് ഒന്ന് വാടി വരുന്നത് വരെയും ഒന്നും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ദാണ്ടെ നമ്മുടെ ഇലകളൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഇതൊന്ന് തണുത്ത് വരട്ടെ. ഇപ്പോൾ ദാണ്ടെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് വെള്ളം ഒന്നും ചേർക്കാതെ നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ദാണ്ടെ ഞാനൊന്ന് അരച്ചെടുക്കുകയാണ്. അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി ഒരു കുഞ്ഞ് താളിപ്പ് വേണം. അതിന് വേണ്ടിയിട്ട് അതേ പാനിലോട്ട് തന്നെ കുറച്ച് എണ്ണയും കൂടെ ചേർക്കുന്നുണ്ട്. ഒരുപാട് ഓയിലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഓയിൽ ചൂടായി വന്നതിന് ശേഷം മാത്രം കടുകിടണം കേട്ടോ. എനിക്ക് എന്താണെന്നറിയില്ല, ഓയിൽ ചൂടാവുന്നത് വരെ ക്ഷമിക്കാനുള്ളൊരു ക്ഷമയില്ല കടുകിടാൻ. എപ്പോഴും ഞാൻ മുന്നേ ഇടും കേട്ടോ. അതെത്ര മാറ്റണം എന്ന് വിചാരിച്ചാലും അതെന്തോ അങ്ങനെ അങ്ങായിപ്പോയി. ഇനി ദാണ്ടെ കടുക് ഞാൻ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് മാത്രം നമ്മുടെ ഈ ഒരു മിക്സ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം.
ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എത്രയാണോ ആവശ്യത്തിന് നമുക്ക് വെള്ളം വേണ്ടുന്നത് അത് ആ മിക്സിയുടെ ജാറിൽ തന്നെ ഒഴിച്ച് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പം കുറച്ച് ലൂസായിട്ടാണ് ഈ ചട്നി കിട്ടണമെങ്കിൽ കുറച്ചധികം വെള്ളം ചേർത്തോ. അപ്പം അതൊക്കെ നിങ്ങളുടെ ഒരു പാകത്തിനനുസരിച്ച് ചേർത്താൽ മതി. അപ്പം ഞാൻ കുറച്ച് ലൂസായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. നല്ല തിക്കായിട്ട് വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്താൽ മതി. ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇപ്പം ദാണ്ട ഞാൻ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പം എന്തായാലും നമ്മൾ ഇത്രയും വെള്ളം ചേർത്തു. അപ്പം എന്തായാലും ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടാവും. അപ്പം എനിക്ക് ഉപ്പ് നോക്കാൻ പറ്റില്ല നോമ്പായതുകൊണ്ട്. അതുകൊണ്ട് ഞാൻ എന്തായാലും കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് ആവശ്യമുണ്ടെന്ന് തോന്നിയിട്ട്. എല്ലാം ഒരു കണക്കാണല്ലോ. അപ്പോൾ ഇനി ഇത് നല്ലപോലെ ഒന്നുകൂടെ അങ്ങ് മിക്സാക്കി കൊടുക്കാം. മിക്സ് ആക്കിയിട്ട് വേറെ ഒന്നുമില്ലടോ. ഇനി ഇതൊന്ന് തിളച്ച് വരണം. അപ്പോൾ തിളയ്ക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യും. ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മതി. ഒരുപാട് നേരം തിളപ്പിക്കണ്ട. ഒന്ന് ഇതുപോലെ തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കാം. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു ചട്നിയാണ് കേട്ടോ. തേങ്ങയൊന്നും നമ്മൾ ചേർത്തിട്ടില്ല. പക്ഷേങ്കിൽ നോക്കിയേ എന്ത് നല്ല കുറുകിയാണ് ചട്നി കിട്ടിയേക്കുന്നതെന്ന്. അതുപോലെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്നും ഒരേപോലൊക്കെ ചട്നി ഉണ്ടാക്കാതെ ഇതുപോലെ ഇടയ്ക്കൊക്കെ ഒരു വെറൈറ്റി പിടിച്ചാലോ. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ചട്നിയാണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചട്നി ഉണ്ടാക്കി നോക്കണം കേട്ടോ. ചട്നി ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്നിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം മറക്കരുത്. അപ്പോൾ നമുക്കിത് ദോശേൻ്റെ കൂടെയോ ഇഡ്ഡലീൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ചട്നിയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ദോശേൻ്റെ കൂടെയാണ് ഇത് സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ദോശയിലോട്ട് ഇതങ്ങോട്ട് കുറച്ചധികം അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലൊന്ന് മുറിച്ച് അതിലേക്ക് മുക്കി ഒന്ന് കഴിച്ച് നോക്കണം. പൊള്ളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ആക്കി നോക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. പിന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പം ബൈ ബൈ.